ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നൽമൊഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാപ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാവ് 8-ാം അധ്യായം 5 മുതൽ 10 വരെ. യഹോവ പിന്നെയും എന്നോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശീലോഹാ വെള്ളത്തെ നിരസിച്ച് രസീനിലും രെമല്യാവിൻ മകനിലും സന്തോഷിക്കുന്നതുകൊണ്ട്, അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ, അശ്ശൂർ രാജാവിനെയും അവൻ്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും. അത് അതിൻ്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിൻ്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും. അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിൻ്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലേ, നിന്റെ ദേശത്തിൻ്റെ വീതിയെ മൂടും. ജാതികളെ കലഹിപ്പീൻ, തകർന്നു പോകുവീൻ. സകല ദൂരദിക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചുകൊള്ളുവീൻ. അര കെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ. അര കെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ. കൂടി ആലോചിച്ചു കൊള്ളുവീൻ, അത് നിഷ്ഫലമായിത്തീരും. കാര്യം പറഞ്ഞുറപ്പിക്കുവീൻ, സാധ്യമുണ്ടാകുകയില്ല. ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ട്. ദൈവം യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്യുന്ന വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. 6-ാം വാക്യത്തിൽ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശീലോഹാ വെള്ളത്തെ നിരസിച്ചു എന്ന് നാം കാണുന്നു. ശീലോഹം എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. യെശയ്യാപ്രവാചകൻ ശീലോഹാ വെള്ളത്തെ ഈ ജനം നിരസിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും 2 അർത്ഥങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തത്, ശീലോഹാം എന്നത് യെരുശലേം ദേവാലയത്തെ പരിപോഷിപ്പിക്കുന്ന ജലസ്രോതസ്സാണ്. വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് കാണുന്ന ഈ കുളം യെരുശലേമിലേക്ക്, പ്രത്യേകമായും ആലയത്തിലേക്ക് വളരെ ശാന്തമായി വെള്ളം ഒഴുക്കിവിടുന്നു. സങ്കീർത്തനങ്ങൾ 46-ന്റെ 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 46-ന്റെ 4-5. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ശീലോഹാം ദൈവത്തിൻ്റെ കരുതലിനെയും നിറവിനെയും കാണിക്കുന്നു. അവർ ദൈവത്തെ തന്നെ നിരസിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ ശാന്തമായ നേതൃത്വത്തെ അവർ നിരസിച്ചു. രണ്ടാമത്തെ അർത്ഥം, അവർ അയക്കപ്പെട്ടവനിൽ നിന്നുള്ള അനുഗ്രഹത്തെയും കൃപയെയും ഭരണത്തെയും നിരസിച്ചു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്ന അർത്ഥമുണ്ട് എന്ന് നാം കണ്ടല്ലോ. പിന്നെ അവർ ആരിലാണ് ആശ്രയിച്ചത്? രസീനിലും രെമല്യാവിൻ മകനിലും സന്തോഷിച്ചു. രസീൻ ശമരിയയുടെ രാജാവാണ്. രെമല്യാവിൻ്റെ മകൻ പെക്ക എന്നത് അരാമിൻ്റെ, അതായത് സിറിയയുടെ രാജാവാണ്. ഇവർ രണ്ടുപേരും യഹൂദ രാജാവായിരുന്ന ആഹാസിന് എതിരായി നിന്നവരാണ്. ജനം അവരിൽ സന്തോഷം കണ്ടെത്തി എന്നാണ് യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്യുന്നത്. ദൈവത്തെ നിരസിച്ചതിനുള്ള ദൈവീക ഭരണത്തെ തള്ളി അന്യദേവന്മാരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചതിനുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് നാം ഈ വചനങ്ങളിലൂടെ കാണുന്നത്. 7-ാം വാക്യത്തിൽ പെരുവെള്ളത്തെ അവരുടെ മേൽ വരുത്തും എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. നമുക്കറിയാം, കർഷകൻ നെൽകൃഷി ചെയ്യുന്ന സമയത്ത് ഒരു താൽക്കാലിക ബണ്ട് കെട്ടാറുണ്ട്. നദിയുടെയും കൃഷിസ്ഥലത്തിൻ്റെയും ഇടയിൽ കൃഷിസ്ഥലത്തിൽ വെള്ളം കയറാതെ തടയുന്നതിനാണ് അങ്ങനെ ബണ്ട് കെട്ടുന്നത്. ഈ താൽക്കാലിക ബണ്ട് മാറിപ്പോയാൽ അല്ലെങ്കിൽ വീണുപോയാൽ കൃഷിസ്ഥലത്ത് വെള്ളം കയറുകയും കൃഷി നശിക്കുകയും ചെയ്യും. ദൈവം അതുപോലെ സിറിയയെയും ശമരിയെയും ഒരു താൽക്കാലിക ബണ്ട് പോലെ യെരുശലേമിലേക്ക് അന്യരാജാക്കന്മാർ കയറാതെ നിർത്തിയിരിക്കുകയായിരുന്നു. അവർ മറ്റ് രാജാക്കന്മാരിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, അവരെ സന്തോഷിപ്പിക്കാൻ നോക്കിയത് കൊണ്ട് പെരുവെള്ളം ഈ ജനത്തിന് നേരെ അയക്കും എന്ന് അരുളിച്ചെയ്യുന്നു.
പെരുവെള്ളം എന്നുദ്ദേശിക്കുന്ന അശ്ശൂർ രാജാവിനെയും കൂട്ടരെയുമാണ് എന്ന് 7-ാം വാക്യത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. 7-ാം വാക്യം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ, അശ്ശൂർ രാജാവിനെയും അവൻ്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും. 8-ാം വാക്യത്തിൽ അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിൻ്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലെ നിന്റെ ദേശത്തിൻ്റെ വീതിയെ മൂടും എന്ന് നാം കാണുന്നു. ദൈവം നമ്മോടുകൂടെ എന്നാണ് ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വരുവാനുള്ള ഒരു രാജാവിനെക്കുറിച്ചുള്ള പരാമർശം വളരെയുണ്ട്. പ്രവാചകൻ ഭാവിയിലേക്ക് നോക്കി പറയുകയാണ്, ഇമ്മാനുവേലെ, നിന്റെ നഗരത്തെ അന്യരാജാക്കന്മാർ ആകുന്ന ഈ വെള്ളം മൂടും. ചരിത്രം പഠിക്കുമ്പോൾ അത് നടന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 9-ഉം 10-ഉം വാക്യങ്ങൾ ഭാവിയെ നോക്കിയാണ് പ്രവാചകൻ സംസാരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ജാതികൾ പദ്ധതിയിടും, എന്നാൽ അവർ നശിച്ചു പോകും, തകർന്നു പോകും. എന്താണ് കാരണം? അവരുടെ ആലോചനകൾ വിജയിക്കാത്തതിൻ്റെ കാരണം ഇമ്മാനുവേൽ, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം കൂടെ ഇല്ല എങ്കിൽ, രാജാവായി നമ്മുടെ നടുവിൽ വാഴുന്നില്ല എങ്കിൽ ശത്രുക്കൾ നമ്മെ ആക്രമിക്കും, കീഴടക്കും. മറ്റ് ആശ്രയം തേടി നാം ഒരു നാളും പോകരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ രാജാവായിരിക്കണം. നാശത്തിന് പാത്രരാകാതെ ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴടങ്ങി നമുക്ക് ദിനംതോറും ജീവിക്കാം.